ഏയ് ഒന്ന് മട്ടറിൽ പോണു. പെട്രോൾ ഇല്ല ചേട്ടാ. വണ്ടിയിൽ പെട്രോൾ സൈഡാക്കി നിർത്ത്, മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. കണ്ണൂർ പോണെങ്കിലേ 500 റുപ്യ കേട്ടാ. സാധാരണ എല്ലാ ഓട്ടോക്കാർ 200 റുപ്യക്ക് വരുന്നത്, നിങ്ങൾക്ക് 300 റുപ്യ കൂടുതലാ. നിങ്ങൾ വേറെ ഓട്ടോ നോക്കിക്കോ. ഇവിടെ ഓട്ടോ കുറവാന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഡിമാൻഡ് ആക്കല്ലേ. ഏട്ടാ ഒന്ന് മട്ടന്നൂർ പോണേ. മട്ടന്നൂരേക്ക് എത്രയാവും? 200 റുപ്യ പോയിത്താ. നിങ്ങൾ എന്നോട് 500 റുപ്യ വാടക പറഞ്ഞേ, അവർക്ക് എന്താ 200 റുപ്യ? ഓരോരാൾക്ക് ഓരോ വാടക, പെണ്ണുങ്ങൾക്ക് എന്താ ഡിസ്കൗണ്ട് ഉണ്ടാ? ഇതെല്ലാം ചീറ്റിംഗ് ആണ് മേഡം, ഇതിൽ പോകണ്ട, ഇയാൾ ആള് ശരിയില്ല. എല്ലാവർക്കും 200 റുപ്യ വാടകയുള്ളൂ, പക്ഷെ നിങ്ങൾ 500 റുപ്യ തരണം. അല്ലേട്ടാ മട്ടന്നൂരേക്ക് 200 അല്ലേ ഉള്ളൂ, 500 ഇല്ലല്ലോ. അങ്ങനെ ചോദിക്കും മേഡം. ഇത്താ നിങ്ങൾ 200 റുപ്യ തന്നാ മതി, അയാൾക്കാണ് ആ പൈസ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പോവാം. ഹലോ, ഇത് നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി, അങ്ങനെ പോകാൻ പറ്റില്ല. ഇവിടെ CCTV ക്യാമറ ഉണ്ട്, എല്ലാം റെക്കോർഡ് ആവുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ വെറുതെ വിടില്ല. ഞാൻ നിങ്ങൾ ഓട്ടം വിളിക്കാൻ വന്നപ്പോ എന്നോട് എന്താ ചോദിച്ചത്? എന്താ പറഞ്ഞേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. മട്ടന്നൂർ പോന്നല്ലേ? ഇങ്ങനെയല്ല, നാ മട്ടന്നൂർ പോയിക്കൂടെ എന്നല്ലേ? അത് നിങ്ങൾ എങ്ങനെ പറഞ്ഞത്? എങ്ങനെയാ? നിങ്ങളെന്താ എന്നോട് ചോദിച്ചത്? ഒന്ന് മട്ടന്നൂർ പോണെന്ന്. ആ ഇത്തെന്താ എന്നോട് ചോദിച്ചത്? ഏട്ടാ ഒന്ന് മട്ടന്നൂർ പോയിക്കൂടെ എന്നല്ലേ ചോദിച്ചത്? നിങ്ങളുടെ വിളി ഒന്നും കേൾക്കേണ്ട ആവശ്യം നമുക്കില്ല. മാന്യമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മള്. ചേട്ടാ പോയിക്കൂടെ? ഓട്ടോക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലുള്ളവർക്ക് ഒരു പുച്ഛാണ്. ഞങ്ങൾ ആരും പറ്റിച്ചിട്ടൊന്നല്ല ജീവിക്കും, ഞങ്ങൾക്കുണ്ടൊരു അന്തസ്. വേണമെങ്കിലേ നിങ്ങൾ വേറെ ഓട്ടോ നോക്കിക്കോ. ആദ്യം നിങ്ങൾ നന്നായി പെരുമാറാൻ പഠിക്കുക.